നമ്മുടെ കേരളത്തെ പറയുന്നത് ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിൻ്റെ സ്വന്തം നാട്. നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ കേരളത്തിലെ ഓരോ മനുഷ്യർക്കും വേണ്ടിയിട്ട് മാത്രം സൃഷ്ടിച്ചതെന്ന് പറയാം ഇത്ര അതിസുന്ദരമായ സ്ഥലം. ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഈ സ്ഥലം എവിടെയെന്ന് പറയാമെന്ന്. ഇത് വേറെ എങ്ങുമല്ല, നമ്മുടെ ഇടുക്കി ജില്ലയും കോട്ടയം ജില്ലയും കൂടി അതിരുകൾ പങ്കിടുന്ന വാഗമണ്ണിൻ്റെ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന കാഴ്ച വാഗമണ്ണിൽ വന്നിരിക്കുന്ന 100 പേരിൽ ഒരു 98% ആളുകളും കണ്ടിട്ടുണ്ടാവില്ല. 100-ൽ 98 പേരും കാണാത്ത സ്ഥലമാണ് ഇതുപോലെയുള്ള കാഴ്ച. വാഗമണ്ണിൽ എല്ലാവരും മൊട്ടക്കുന്ന് വരും, പൈൻതോട്ടം വരും, അഡ്വഞ്ചർ പാർക്ക് വരും, തങ്ങൽപ്പാറ വരും, എല്ലാം കണ്ടുകൊണ്ട് പോകും. ഞങ്ങളുടെ പഴയ വീഡിയോയിൽ ഞങ്ങൾ ഇവിടുത്തെ 6 സ്ഥലങ്ങൾ 6 പ്ലേസുകൾ നമ്മൾ കാണിക്കുന്നുണ്ട്. നിങ്ങൾ പുറകോട്ട് കയറി പുളിക്കൽ ബ്രദേഴ്സിൻ്റെ ചാനൽ പുറകോട്ട് കയറി നോക്കാമെങ്കിൽ ഓരോ സ്ഥലങ്ങൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഓരോ പ്ലേസും കാണാം. ഇതെല്ലാം കണ്ടിട്ട് ഈ ഒരു മലയുടെ മുകളിൽ വന്നപ്പോൾ ഈ സ്ഥലങ്ങളെല്ലാം കൂടി ഒന്നിച്ച് കാണാമെന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഇത്ര ഭംഗിയായിട്ട് കാണാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായപ്പോൾ അത് നിങ്ങളെ കാണിക്കുന്നു. ഇത് കറക്റ്റായിട്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ വാഗമണ്ണിൽ നിന്നും നമ്മൾ വരുവാണെങ്കിൽ, കോട്ടയം സൈഡിൽ നിന്നും വരുവാണെങ്കിൽ ആദ്യം നമ്മൾ കാണാൻ പോകുന്ന ആദ്യം വാഗമൺ ടൗൺ ഉണ്ട്. വാഗമൺ ടൗണിലേക്ക് നമുക്ക് ലെഫ്റ്റിലേക്ക് പോകണം. റൈറ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ മൊട്ടക്കുന്ന് കഴിഞ്ഞാൽ തങ്ങൽപ്പാറ കഴിഞ്ഞാൽ പൈൻതോട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അഡ്വഞ്ചർ പാർക്കൊക്കെ ഉണ്ട്. ഇത് ആദ്യം കാണുന്ന നമ്മുടെ നേരെ മൊട്ടക്കുന്നിലേക്ക് വരിക. മൊട്ടക്കുന്നിൻ്റെ മുന്നിൽ മെഡോസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, കവാടമുണ്ട്. മൊട്ടക്കുന്നിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു 400 മീറ്ററും കൂടെ മുന്നിലേക്ക് പോയാൽ അവിടെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്കൊരു മല കാണാം. റൈറ്റ് സൈഡിൽ കാണുന്ന കുറേ കല്ലുകൾ എടുത്ത് വെച്ചേക്കുന്ന പോലെ ആ മലയുടെ മുകളിൽ മുഴുവൻ ഈ തൊട്ട് സൈഡിൽ നിങ്ങൾക്ക് കാണാം. ഇതേ കാണുന്നുണ്ടോ കുറച്ച് കല്ലുകൾ? അതുപോലെ ഈ മലയുടെ മുകളിൽ മുഴുവൻ ഇതുപോലത്തെ കല്ലുകളാണ്. എന്താണെന്നറിയത്തില്ല, അവിടുത്തെ മണ്ണുകൾ ഒലിച്ചു പോയി പ്രകൃതി തന്നെ സൃഷ്ടിച്ച് വെച്ചതായിരിക്കാം. ആ കല്ലുകൾ കാണുന്ന ആ മലയുടെ മുകളിലേക്ക് കയറുക. വണ്ടി സൈഡിൽ ഇട്ടിട്ട് അതിൽ നടന്ന് കയറാം. ഒരു ചെറിയ കുറച്ച് കുറ്റിക്കാടുകൾക്ക് ഇടയ്ക്കൂടെ വേണം കയറിപ്പോകുന്ന ഇവിടെ വന്ന് നിന്ന് നിങ്ങൾ വീക്ഷിച്ചാൽ ഈ വാഗമണ്ണിൻ്റെ അതിമനോഹരമായ കാഴ്ച. ഇത് നിങ്ങൾക്ക് വാഗമണ്ണിൽ എവിടെ നിന്നാലും ഇത്ര അതിസുന്ദരമായ കാഴ്ചകൾ കാണാൻ സാധിക്കില്ല. നിങ്ങൾ വന്നിട്ട് ഈ പ്രദേശത്ത് വാഗമണ്ണിൽ 10 പ്രാവശ്യം വന്നിട്ടുള്ളവരുണ്ടാവും. പക്ഷെ 10 വന്നാലും ഇതും കൂടി ഇന്ന് കണ്ടിട്ട് പോകണം. നമ്മുടെ വാഗമണ്ണിനെ പറയുന്നത് കേരളത്തിൻ്റെ സ്വിറ്റ്സർലൻഡ് എന്നാണ് പറയുന്നത്. സ്വിറ്റ്സർലൻഡിനെ കുറിച്ച് പറയണ്ടല്ലോ, അതിമനോഹരമായ പ്രദേശം. അതുകൊണ്ട് ഇതുപോലുള്ള സ്ഥലങ്ങൾ വന്ന് കാണുക. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ.